ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ തിരുവോണമൊക്കെയല്ലേ, അപ്പോൾ വീട്ടിൽ പോയപ്പോൾ പെട്ടെന്നൊരു പൂതി തോന്നി നമുക്കൊന്ന് മലമ്പുഴ ഡാം കാണാൻ പോയാലോ ഒന്ന്. അപ്പോൾ വേഗം അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒരു യാത്രയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊരു വ്ളോഗ് ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പോയി ഇറങ്ങിയ വഴിക്ക് തന്നെ നീലൂട്ടിക്ക് ഈ ചോളമില്ലേ, ചോളം മധുരമുള്ള ചോളമാണ് കേട്ടോ. അത് ഇച്ചിരി മസാലയൊക്കെ തേച്ച് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് അവർ നമ്മൾ വാങ്ങിച്ചായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുമെങ്കിലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വരുമ്പോഴും വാങ്ങിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ കല്യാണം എൻഗേജ്മെൻറ്റൊക്കെ കഴിഞ്ഞിരിക്കും നമ്മൾ പോവുമല്ലോ, അതുപോലെ ഒന്ന് രണ്ട് തവണയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലിയായിട്ട് ഇപ്പോൾ അച്ഛനും അമ്മയും കൂടിയിട്ട് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഒരുമിച്ചിട്ടൊരു യാത്ര, ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, പുറമെ ഇങ്ങനെ ഡാം, അങ്ങനെ പാർക്ക് എന്ന് പറയുക എൻജോയ്മെൻറ്റിനായിട്ട് തന്നെ ഞങ്ങൾ എവിടെയും പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ മറ്റേ വിരുന്നിന് കസിൻസിൻ്റെ വീട്ടിലൊക്കെ പോവല്ലാണ്ട് ഇങ്ങനെ ട്രിപ്പൊന്നും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ പാർക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് ചില വീഡിയോസിൽ കണ്ടിട്ടുണ്ട് തോന്നണം. നമ്മുടെ നാട്ടിൽ ചെറിയൊരു പാർക്കുണ്ട്, അവിടെ പോകും. അപ്പോൾ ഇത് വലിയൊരു പാർക്കല്ലേ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ വാമിക്കുട്ടി നീലിക്കുട്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ വെച്ചാൽ ഇവിടെയും വെറൈറ്റി സംഭവങ്ങളല്ലേ എല്ലാവരും കാണുമ്പോൾ. അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ചില സംഭവങ്ങളൊക്കെ പേടിച്ചിട്ട് കയറാണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു അടിച്ചുപൊളി. തിരുവോണമായിട്ട് നല്ല തിരക്ക്, ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ വരുമ്പോഴൊക്കെ തിരക്ക് കുറവായിരിക്കും. അത് നമ്മൾ ഇട ദിവസങ്ങളല്ലേ, അപ്പോൾ ആദ്യമായിട്ടാണ് തിരുവോണ ദിവസം നമ്മളങ്ങനെ പുറത്തേക്കൊക്കെ ഒരു അടിച്ചു പൊളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരും ഇവിടെ പോയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കിട്ടിയ ചാൻസ് റീൽസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓരോന്നൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ ഇവിടുന്ന് കാണുന്നൊരു വ്യൂ ആണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ ക്യാമറയിൽ വലിയൊരു ക്ലാരിറ്റി കുറവായതുകൊണ്ടൊക്കെ ആയിരിക്കും. പിന്നെ വൈകുന്നേരമായി കേട്ടോ. അപ്പോൾ പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം വെച്ചാൽ ഡാമിൽ വെള്ളം തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് മിസ്സായിപ്പോയി. നമ്മളതൊക്കെ വിചാരിച്ചു. അപ്പോൾ എന്താ വെച്ചാൽ ഇവർ എന്താ പറയുക, പറയാനേ കിട്ടില്ല. എന്ന് വെച്ചാൽ പിള്ളേർ അത്രയും നല്ല ഹാപ്പി ആയിരുന്നു. ഇവർ രണ്ടുപേരായിട്ട് ഇങ്ങനെ എന്താ വെച്ചാൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വൈബ് നീലിക്കുട്ടി തകർത്തു. പിന്നെ ഇതൊരു പാലം, ഈ പാലത്തിൽ 50 പേർക്ക് മാക്സിമം പോകാൻ പറ്റും. പക്ഷേ ഒരു 100 പേരുണ്ട് തോന്നുന്നത്. പേടിച്ചിട്ട് കൈകാലം മറക്കിയായിരുന്നത് ആടും. അയ്യോ, എനിക്കതുകൊണ്ട് എന്താ പറയുക, ഞങ്ങൾ പിന്നെ തിരിച്ച് വരുമ്പോൾ വേറൊരു പാലത്തൂടെ, അതിൽ ആൾക്കാരില്ലാത്തതുകൊണ്ട് തന്നെ എന്തോ ഒരു സമാധാനത്തിൽ വന്നായിരുന്നു. പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു, അതൊക്കെ കഴിച്ചു. പിന്നെ ചുറ്റിക്കറങ്ങി കണ്ടോ. ഇത് നമ്മൾ തിരിച്ചിങ്ങോട്ട് ഇറങ്ങുന്ന ഒരു വഴിയായിട്ട്, അതിൽ തിരക്കും കാര്യമൊന്നും, അതും കൂളായിട്ട് സമാധാനമായിട്ട് ആസ്വദിച്ച് നോക്കി വീഡിയോസൊക്കെ നല്ല രീതിയിൽ എടുത്തിട്ട് വരാൻ പറ്റി. അതിൽ മറ്റേതിൽ നല്ല തിരക്കായതിന് പേടിയായിരുന്നു കേട്ടോ. അപ്പോൾ നീലുമായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൾക്കൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. എന്നിട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഞാൻ നന്നായി അടിച്ച് പൊളിച്ചു തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് അങ്ങനെയാണ്, നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കാറില്ല. ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഓരോ കാര്യങ്ങളാണ് നല്ല അടിപൊളിയായിട്ട് നടന്നു പോകാറ്. അതുകൊണ്ട് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ആയപ്പോൾ കുറച്ചും കൂടി വൈബായി, ലേറ്റ് കാര്യങ്ങൾ അങ്ങനെ തകർത്തു ഞങ്ങളുടെ മലമ്പുഴ ട്രിപ്പ്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ ഗൈസ്.